ഹലോ എവ്രി വൺ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. സോ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ ഈ പോളിറ്റി റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫെയർസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രിലിംസ് ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ ആ ഒരു പെർട്ടിക്കുലർ സെഷൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് നമ്മൾ ഈ സെഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി ഫസ്റ്റ് സെഷൻ കണ്ടവർ ഈ സെക്കൻഡ് സെഷൻ കാണുക, കാണാത്തവർ ഫസ്റ്റ് സെഷൻ കണ്ടതിന് ശേഷം സെക്കൻഡ് സെഷൻ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതേപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അതേപോലെ തന്നെ ഈ സെഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും താഴെ കൊടുക്കുക. ആൻഡ് അതേപോലെ തന്നെ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. സോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കുക. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദിസ് സെക്ഷൻ. സോ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ക്യാബിനറ്റ് സെക്രട്ടറിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ട് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ രാജീവ് ഗുഹയ്ക്ക് ഒരു 1 year എക്സ്റ്റൻഷൻ കൊടുത്തു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ എന്താണ് ഇത് പ്രകാരം നമുക്ക് ക്യാബിനറ്റ് സെക്രട്ടറി എന്താണെന്നും അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നും മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, സോ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പം സിവിൽ സർവീസുകളിൽ ഏറ്റവും കിട്ടുന്ന വലിയ ഹയസ്റ്റ് പൊസിഷനാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് യു ബിക്കം എ സിവിൽ സർവൻറ്റ് ദ ഹയസ്റ്റ് പോസ്റ്റ് ദാറ്റ് യു ക്യാൻ അക്വയർഡ് ഈസ് ക്യാബിനറ്റ് സെക്രട്ടറി. ഓക്കെ, സോ സ്റ്റേറ്റ് ലെവലിലായാലും സെൻട്രൽ ലെവലിലായാലും നമുക്ക് ക്യാബിനറ്റ് സെക്രട്ടറിനെ കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റേറ്റ് ലെവലിലാകുമ്പോൾ ഇത് ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസറായിട്ടും സെൻട്രൽ ലെവലിലാകുമ്പോൾ ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസറായിട്ടും നിലനിൽക്കുന്നു. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ appointment committee of the cabinet ആണ് ഈ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ACC. ഓക്കെ, ദിസ് ഈസ് അപ്പോയിന്റിങ് ദി ക്യാബിനറ്റ് സെക്രട്ടറി. ആൻഡ് ഈ ഒരു അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഹെഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ദർ ആർ ഓൾസോ അതർ മെമ്പേഴ്സ് ഇൻ ദിസ് കമ്മിറ്റി, ബട്ട് ദീസ് ആർ ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ക്യാബിനറ്റ് സെക്രട്ടറിനെ മാത്രമല്ല ഇതിൽ അപ്പോയിന്റ് ചെയ്യുന്നത്, RBI ഗവർണറെ. ഓക്കെ, ആൻഡ് RBI ഗവർണറിൻ ജോയിന്റ് സെക്രട്ടറിയുടെ മുകളിലുള്ള എല്ലാ പോസ്റ്റുകളുടെയും അപ്പോയിൻമെന്റ്സിന്റെ കാര്യം ആരാണ് നോക്കുന്നത്? അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് നോക്കുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ പണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പോസ്റ്റ് പണ്ടത്തെ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് വൈസ്രോയ് ആയിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് വൈസ്രോയ് ഈ ഒരു പോസ്റ്റാണ് ലേറ്റർ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എന്തായിട്ട് മാറിയത്? ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് മാറിയത്. ഈ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ടെന്യൂർ പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 years മുതൽ 4 years വരെ. ഓക്കെ, മാക്സിമം 4 years, മിനിമം 2 years. ആ ഒരു ലെവലിലാണ് ഇവരുടെ അപ്പോയിൻമെന്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദേ കംസ് അണ്ടർ ദ ഡയറക്റ്റ് ചാർജ് ഓഫ്. ഇപ്പം നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ PM-ന്റെ അഡ്വൈസർ ആയിരിക്കും, പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസർ ആയിരിക്കും ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു. ഇത് എന്താണ്? അപ്പം എന്തായിരിക്കും? ഡയറക്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ചാർജ് ഓഫ് പ്രൈം മിനിസ്റ്ററിലായിരിക്കും ആര് വരുന്നത്? ക്യാബിനറ്റ് സെക്രട്ടറി വരുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി ആവാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? സീനിയർ ഓഫ് ദി മോസ്റ്റ് സിവിൽ സർവൻറ്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, സിവിൽ സർവൻറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സിവിൽ സർവീസിലെ ഹയസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പ് മോസ്റ്റ് സിവിൽ സർവൻറ്റ് ആവുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്താവാനായിട്ട് സാധിക്കുന്നത്? ക്യാബിനറ്റ് സെക്രട്ടറി ആവാനായിട്ട് സാധിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലൊരു അമെൻമെന്റ് സംഭവിച്ചു. അതായത് 4 year ആയിരുന്നു മാക്സിമം ടെന്യൂർ ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അമെൻമെന്റ് പ്രകാരം ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു അമെൻമെന്റ് പ്രകാരം 4 years plus 3 months. ഓക്കെ, 4 years 3 months ആയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒരു എക്സ്റ്റൻഷൻ പീരീഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാക്സിമം ടൈം എന്ന് പറയുന്നത്, മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് എന്താണ്? 4 year 3 months ആയിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ക്യാബിനറ്റ് സെക്രട്ടറിയെ പറ്റി പറയുമ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി ഈസ് കൺസിഡർഡ് ആസ് ദി എക്സിക്യൂട്ടീവ് അതോറിറ്റി. ഓക്കെ, ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റി ആയിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും? ക്യാബിനറ്റ് സെക്രട്ടറിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഹി വിൽ ബി ദ ഹെഡ് ഓഫ്
സിവിൽ മാറ്റേഴ്സ്. ഓക്കെ, സിവിൽ ഇയേഴ്സ് അല്ലെങ്കിൽ സിവിൽ മാറ്റേഴ്സ്, സിവിൽ സർവീസിന്റെ ബോർഡുകളുടെ എല്ലാം ഹെഡ് ആരായിരിക്കും? ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ സിവിൽ സർവീസ് ബോർഡിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, ഹി വിൽ ഡിസൈഡ്സ്, എന്ത് ഡിസൈഡ് ചെയ്യും? ഹി വിൽ ഡിസൈഡ് ദ പോസ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഈച്ച് ആൻഡ് എവരി സിവിൽ സർവൻറ്റ്. എല്ലാ സിവിൽ സർവൻറ്റുകളുടെയും ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് അറ്റ് ദി നാഷണൽ ലെവൽ. ഓക്കെ, ആൻഡ് ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു രീതിയാണ് എവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ലെവലിലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർ ആയിട്ടുള്ള രീതിയാണ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ലെവലിലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ക്യാബിനറ്റ് സെക്രട്ടറി ആണെങ്കിൽ ഇവിടെ ഇത് ചീഫ് സെക്രട്ടറി ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് സ്ഥലത്തും ക്യാബിനറ്റ് സെക്രട്ടറി ആണെന്ന്, ബട്ട് ഇറ്റ് ഈസ് റോങ്. എന്താണ്? സ്റ്റേറ്റ് ലെവലിൽ ഇത് ചീഫ് സെക്രട്ടറി ആയിട്ടും സെൻട്രൽ ലെവലിലാണ് ഇത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടും മാറുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലെവലിൽ ചീഫ് സെക്രട്ടറി, സെൻട്രൽ ലെവലിൽ ക്യാബിനറ്റ് സെക്രട്ടറി. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ CM ചീഫ് മിനിസ്റ്ററിൻ്റെ ഹെഡും അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിൻ്റെ സുപ്പീരിയർ അല്ലെങ്കിൽ അഡ്വൈസർ. ഓക്കെ, ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ബട്ട് സെൻട്രൽ ലെവലിൽ വരുമ്പോൾ ഇത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ് ആൻഡ് വിൽ ബി ദ അഡ്വൈസർ ഓഫ് പ്രൈം മിനിസ്റ്റർ. ആൻഡ് അപ്പോൾ സ്റ്റേറ്റ് ലെവലും സിമിലർ ആണ് ചീഫ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു. ആൻഡ് ഇവരുടെ മേജർ ആയിട്ടുള്ള ഫങ്ഷൻസിനെ പറ്റി പറയുമ്പോൾ ഇവർ ചെയ്യുന്ന ഈ എല്ലാ ഡ്യൂട്ടീസും വിച്ച് മേക്സ് എന്ത് ചെയ്യുന്നു? അതായത് സ്മൂത്ത് ട്രാൻസാക്ഷൻസ്. എന്ത് ചെയ്യുന്നു? സ്മൂത്ത് ട്രാൻസാക്ഷൻ. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുമുള്ള ആളുകളെ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൻ്റെ ബിസിനസ് അവർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും സ്മൂത്ത് ട്രാൻസ്ഫർ എവിടെ നടക്കുന്നു? ഈ ക്യാബിനറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു ഇൻ്റർഫിയറൻസ് വഴി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് വഴി നടക്കുന്നു. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ദേ മേക്ക് എന്ത് ചെയ്യുന്നു? അതായത് അസിസ്റ്റൻസ്. അവരെന്തിനെ അസിസ്റ്റ് ചെയ്യുന്നു? ക്യാബിനറ്റിനെയും അതുപോലെയുള്ള കമ്മിറ്റീസുകളെയും അസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിങ്ങിനെയും ആര് അസിസ്റ്റ് ചെയ്യുന്നു? ക്യാബിനറ്റ് സെക്രട്ടറി അസിസ്റ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ആക്ടിവിറ്റീസിലും ആര് ഹെൽപ്പ് ചെയ്യുന്നു? ചീഫ് സെക്രട്ടറി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വൺസ് അഗെയിൻ എന്താണ്? സ്റ്റേറ്റ് ലെവലിൽ എന്താണ്? ചീഫ് സെക്രട്ടറി ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആൻഡ് സെൻട്രൽ ലെവലിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിൽ സെൻട്രലിലെ കാര്യങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറിയും ആൻഡ് അതേപോലെ തന്നെ സ്റ്റേറ്റിലെ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയുമാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഒരു കൺട്രിയിൽ, ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യ മേജറായിട്ട് എന്തെങ്കിലും ക്രൈസിസിനെ ഫേസ് ചെയ്യുമ്പോൾ ആ ക്രൈസിസിനെ ടേക്ക് കെയർ ചെയ്യാനും പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്നും ആ കൺട്രീന് ഇന്ത്യന് മാറ്റിയെടുക്കാനും കപ്പാസിറ്റിയുള്ള ഡിസിഷൻ മേക്കിങ്സ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്? ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു ക്യാബിനറ്റ് സെക്രട്ടറി എന്താണ്? ഹയസ്റ്റ് ലെവൽ അതോറിറ്റി ഓഫ് സിവിൽ സർവീസ് അല്ലേ? സിവിൽ സർവീസിൽ നിന്ന് വരുന്ന ഹയസ്റ്റ് ലെവൽ അതോറിറ്റി അല്ലെങ്കിൽ സിവിൽ സർവീസിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഒഫീഷ്യൽ ആയിരിക്കും ആര്? ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് ഞാൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറി ആയാലും ക്യാബിനറ്റ് സെക്രട്ടറി ആയാലും. സോ എന്താണ്? ഓൾ ഇന്ത്യ സർവീസസ്. സോ സിവിൽ സർവീസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഓൾ ഇന്ത്യ സർവീസസിൽ നിന്നാണ് വരുന്നത്. സോ ഓൾ ഇന്ത്യ സർവീസസ് which says in the article 312 of Indian Constitution by center, okay, center and their services in states. Okay, center ആണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്, പക്ഷെ സ്റ്റേറ്റുകളിലും എന്താണ് ഇവരുടെ സർവീസസ് ഉണ്ടാകും. ലയബിൾ ടു ദി സിവിൽ സർവൻസ് ആർ ലയബിൾ ടു ബോത്ത് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഹയസ്റ്റ് അതോറിറ്റി ഓഫ് സിവിൽ സർവൻ്റ് ആണെന്ന് പറഞ്ഞു. സോ ഇൻ ഓർഡർ to know about civil servants is also necessary. So all India civil service which is mentioned in the article 312. Okay, and അതേപോലെ തന്നെ ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ സെൻറ്റർ. ഓക്കെ, അപ്പോയിന്റ് ചെയ്യുന്നത് എവിടുന്നാണ്? സെൻറ്റർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റിലും ഇവരുടെ സർവീസസ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. സെൻറ്ററിലും അതുപോലെ തന്നെ സ്റ്റേറ്റിനും ലയബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ആര്? ഈ സിവിൽ സർവൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ
This can be considered as the civil servants or civil service can be considered as the unitary feature അല്ലെങ്കിൽ യൂണിറ്ററി ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ. ഓക്കെ, ഇന്ത്യൻ ഫെഡറേഷൻ്റെ ഒരു യൂണിറ്ററി ക്യാരക്ടർ ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും? സിവിൽ സർവീസസിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? യൂണിറ്ററി ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ. ആൻഡ് അതേപോലെ തന്നെ ഇതിലെ സിവിൽ സർവീസസിൻ്റെ മേജർ ആയിട്ടുള്ള പൊസിഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ IPS, ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള പൊസിഷൻ. ദർ ഈസ് ഓൾസോ ഇന്ത്യൻ റവന്യൂ സർവീസ്. അങ്ങനെ ഒരുപാട് പൊസിഷൻസ് ഉണ്ടെങ്കിലും മേജർ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇവരുടെ ഓരോരുത്തരുടെയും കൺട്രോളിങ് അതോറിറ്റീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവരുടെ ഓരോരുത്തരുടെയും കൺട്രോളിങ് അതോറിറ്റീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിച്ച് കംസ് അണ്ടർ ദി അതോറിറ്റി ഓഫ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ. ഓക്കെ, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ്റെ കീഴിലാണ്, അവരുടെ അതോറിറ്റിയുടെ കീഴിലാണ് ആര് വരുന്നത്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് വരുന്നത്. ഓക്കെ, ആൻഡ് IPS which comes under the authority of Union Home Ministry. ഓക്കെ, ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് എന്ത് വരുന്നതും യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് എന്ത് വരുന്നത്? ഇന്ത്യൻ പോലീസ് സർവീസ് വരുന്നത്. ഓക്കെ, ആൻഡ് IPS which comes under the controlling IFS, okay, which comes under the authority of Ministry of External Affairs. Okay, Ministry of External അഫയേഴ്സിൻ്റെ കീഴിലാണ് എന്ത് വരുന്നത്? ഇന്ത്യൻ ഫോറിൻ സർവീസ് വരുന്നത്. ഓക്കെ, സോ ഏതൊക്കെ നമ്മൾ നോക്കി? ചീഫ് സെക്രട്ടറി എന്താ നോക്കി, ക്യാബിനറ്റ് സെക്രട്ടറി എന്താ നോക്കി, ആൻഡ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഹെഡിനെ നമ്മൾ നോക്കി, ആരൊക്കെയാണ് ഇവർ അപ്പോയിന്റ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. ആൻഡ് ലൈക്ക് വൈസ് ഈ ചീഫ് സെക്രട്ടറിയും ക്യാബിനറ്റ് സെക്രട്ടറിയും എന്ന് പറയുന്നത് എന്താണ്? അതായത് ഹയസ്റ്റ് സിവിൽ സെർവൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ച് നോക്കി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിനെ ഒരു നോക്കുമ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റീസ്. ഓക്കെ, PM മോദി ഹു വാണ്ട് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്യാബിനറ്റ് കമ്മിറ്റി വിത്ത് ന്യൂ ഫേസസ് എന്നാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്യണം വിത്ത് ന്യൂ ഫേസസ്, പുതിയ ആൾക്കാരെ വെച്ച് ക്യാബിനറ്റ് കമ്മിറ്റി ഫോം ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നത്. സോ വാട്ട് ഈസ് ക്യാബിനറ്റ് കമ്മിറ്റി? അപ്പോൾ ഈ ക്യാബിനറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് this is not mentioned in the Indian Constitution. ഓക്കെ, ഈവൻ ദോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ എങ്കിൽ പോലും ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? ക്യാബിനറ്റ് കമ്മിറ്റീനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാബിനറ്റ് കമ്മിറ്റീനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് എവിടെയാണ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്? റൂൾസ് ഓഫ് ബിസിനസ്. ഓക്കെ, റൂൾസ് ഓഫ് ബിസിനസ്സിലാണ് ഈ ഒരു ക്യാബിനറ്റ് കമ്മിറ്റീനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻ ഓർഡർ ടു ലെസൺ ദി വർക്ക് ഓഫ് ക്യാബിനറ്റ്. ക്യാബിനറ്റിന്റെ വർക്കുകൾ കുറയ്ക്കാൻ, ഒരുപാട് വർക്കുകൾ ക്യാബിനറ്റിന് ചെയ്യണം. സോ അതിന്റെ വർക്കുകൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ക്യാബിനറ്റിന്റെ ആ ഒരു ബേർഡൻ കുറയ്ക്കാനായിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്? ക്യാബിനറ്റ് കമ്മിറ്റി നിലനിൽക്കുന്നത്. ഓക്കെ, സോ മേജറായിട്ട് ഇന്ത്യയിൽ 8 കമ്മിറ്റീസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഈ 8 കമ്മിറ്റീസ് വിച്ച് കംസ് അണ്ടർ അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിന്റെ കീഴിലാണ് ഈ 8 കമ്മിറ്റീസും വരുന്നത്, ക്യാബിനറ്റ് കമ്മിറ്റീസ് വരുന്നത്. ഏതൊക്കെയാണ് നോക്കൂ? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ്. ഒക്കെ ഇക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ്. ദെൻ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്. പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്. ദെൻ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. ഓക്കെ, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ബോർഡർ ഡിസ്പ്യൂട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. ദെൻ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അക്കമഡേഷൻ. ഓക്കെ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അക്കമഡേഷൻ.
അതായത് ഇന്ത്യയിൽ ഫുള്ളുള്ള അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അക്കോമഡേഷൻ നിലനിൽക്കുന്നത്, വിച്ച് കംസ് അണ്ടർ ഹോം മിനിസ്റ്റർ. ഓക്കെ, ഹോം മിനിസ്ട്രി. ഓക്കെ, ഈ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അക്കോമഡേഷൻ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ആൻഡ് the cabinet, next one is the cabinet committee on investment and growth. Okay, investment related ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് അതേപോലെ തന്നെ കൺട്രിയുടെ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് cabinet committee on investment and growth. Okay, and then cabinet committee on employment, തൊഴിൽ. ഓക്കെ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ആൻഡ് അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ്, cabinet committee on employment and skill development. Then cabinet committee on parliamentary affairs, parliamentary affairs, cabinet committee on parliamentary affairs. This comes under defense ministry. When accommodation comes under home ministry, this parliamentary affairs committee on parliamentary affairs which comes under defense ministry. And ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹെഡായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ഓക്കെ, സോ 8 കമ്മിറ്റീസ് ഉണ്ട് വിച്ച് ഇൻക്ലൂഡിങ് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആൻഡ് divided into different parts such as economic affairs, political affairs, security, accommodation, investment and growth, employment and skill development and parliamentary affairs. ഈ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റും കൂടി ചേർത്തിട്ടാണ് 8 കമ്മിറ്റീസ് ക്യാബിനറ്റ് കമ്മിറ്റീസ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ give doubtful voters whose names are in NRC voting rights as on Congress MP in new private members bill. Okay, so ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് NRC മെമ്പേഴ്സിന് ഡൗട്ട്ഫുൾ, ഈവൻ ദോ ദേ ആർ ഡൗട്ട്ഫുൾ വോട്ടേഴ്സ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ് കൊടുക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വന്നിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡൗട്ട്ഫുൾ വോട്ടർ എന്താണ് എന്നുള്ളത്, നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഡി വോട്ടർ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ വോട്ടർ. ഓക്കെ, ദിസ് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡൗട്ട്ഫുൾ വോട്ടർ അതായത് ഒരു ഡിസ്പ്യൂട്ട് അണ്ടർ എ പെർട്ടിക്കുലർ ഡിസ്പ്യൂട്ട് സിറ്റുവേഷൻ, ഒരു ഡിസ്പ്യൂട്ട് സിറ്റുവേഷൻ്റെ ബേസിസിൽ ഓക്കെ ആ ഒരു പർട്ടിക്കുലർ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഡൗട്ട്ഫുള്ളായി എക്സിസ്റ്റ് ചെയ്യുന്നു, ബിക്കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, അണ്ടർ എ ഡിസ്പ്യൂട്ട് സിറ്റുവേഷൻ. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി വോട്ടർ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ വോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മേജറായിട്ട് ഈ ഒരു സിറ്റുവേഷൻ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ആസാം അക്കോർഡിൽ, ആസാമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് കംസ് അണ്ടർ, ഇത് എന്തിനടിയിലാണ് വരുന്നത്? അണ്ടർ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ. ഓക്കെ, ഫോറിനേഴ്സ് ട്രിബ്യൂണലിൻ്റെ കീഴിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഡൗട്ട്ഫുൾ വോട്ടർ അല്ലെങ്കിൽ ഡി വോട്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ഓക്കെ, എന്താണ്? ഒരു പർട്ടിക്കുലർ persons whose citizenship was doubtful or under dispute, the preparation of national register of citizen in Assam. Okay, national register of citizens ന്റെ ബേസിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, അതായത് മെയിനായിട്ട് ആസാമിലാണ് എന്താണ് സിറ്റിസൺഷിപ്പ്, ഒരു പെർട്ടിക്കുലർ സിറ്റിസന്റെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടിലോ അല്ലെങ്കിൽ അത് ഡൗട്ട്ഫുൾ ആയിട്ടോ നിലനിൽക്കുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി വോട്ടർ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ വോട്ടർ എന്ന് പറയുന്നത്. ദിസ് കംസ് അണ്ടർ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ, അണ്ടർ ദി അതോറിറ്റി ഓഫ് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡർ ഓഫ് 1964 ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡർ ആണ് ഈ ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഇത് ഈ കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നത്. സോ വൈൽ സേയിങ് അബൌട്ട് foreigners tribunal order of 1964, it is quasi judicial body. Okay, complete judicial alla, it is a quasi judicial body. Okay, NRC യുടെ ബേസിസിൽ
എന്താണ് ഡിസ്പ്യൂട്ട്, ഒരു സിറ്റിസന്റെ സിറ്റിസൺഷിപ്പ് ഡൗട്ട്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടോ നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ ഡി വോട്ടർ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ, അവർക്ക് വോട്ടിങ്ങിനുള്ള റൈറ്റ് ഉണ്ട്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ വോട്ടിംഗ് റൈറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് വേണ്ടിയിട്ടാണ് ഡി വോട്ടർ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ വോട്ടർ എന്ന് പറയുന്നത്. ദിസ് കംസ് അണ്ടർ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? ഫോറിനർ ട്രിബ്യൂണൽ ഓർഡർ ഓഫ് 1964 കീഴിലാണ് വരുന്നത്. ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡർ എന്ന് പറയുന്നത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഓക്കെ, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇത് ആരാണ് ഫോം ചെയ്യുന്നത്? വിച്ച് ഈസ് കമ്പോസ്ഡ് ബൈ അഡ്വക്കേറ്റ്സ്. അഡ്വക്കേറ്റ്സ് ആണ് ഇത് ഫോം ചെയ്യുന്നത്. ഹു ആർ നോട്ട് ബിലോ ദി ഏജ് ഓഫ് 35 years, 35 വയസ്സിന് താഴെ അല്ലാതെ, 35 വയസ്സിന് താഴെ ആവാൻ പാടില്ല. ആൻഡ് അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 7 yearsന്റെ പ്രാക്ടീസ് ഉള്ള ആളുകളാണ് ഈ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിൽ അതേപോലെ തന്നെ ആരും ഇൻക്ലൂഡ് ചെയ്യുന്നു? റിട്ടയേർഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. മെയിനായിട്ട് എവിടെ നിന്നാണ്? ആസാമിൽ ഈ ഒരു സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആസാമിലുള്ള റിട്ടയേർഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സർവീസിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതേപോലെ തന്നെ റിട്ടയേർഡ് IAS ഓഫീസേഴ്സിനെയും നമുക്ക് ഈ ഒരു ബോഡിയിൽ കാണാനായിട്ട് സാധിക്കും. അതായത് റിട്ടയേർഡ് IAS ഓഫീസേഴ്സ്, അതായത് ആസാം സിവിൽ സർവീസിലെ റിട്ടയേർഡ് IAS ഓഫീസേഴ്സിനെ ഹു ആർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്, ഓക്കെ, ഏത് റാങ്കിൻ്റെ താഴെ ആവാൻ പാടില്ല? സെക്രട്ടറിയുടെ താഴെ ആവാതെ ഉള്ള IAS ഓഫീസേഴ്സ്, റിട്ടയേർഡ് IAS ഓഫീസേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ്സ് 35 വയസ്സിന് താഴെ അല്ലാതെ 8 years എങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ള അഡ്വക്കേറ്റ്സ്, ജുഡീഷ്യൽ ഓഫീസേഴ്സ് especially retired from Assam Judicial Service and Assam Civil Service IAS officers not below the rank of secretary, retired ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇവരെല്ലാവരും കൊണ്ട് ചേർന്നിട്ടാണ് ഈ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഡിസ്പ്യൂട്ട് എന്തിൻ്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്നത്? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസിൻ്റെ പേരിലാണ്. സോ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇറ്റ് ഈസ് എ വേരിഫൈഡ് ഡിജിറ്റൽ, ഓക്കെ, ഡിജിറ്റൽ ആയിട്ടുള്ള വേരിഫൈഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആണ്. വിച്ച് കണ്ടെയ്ൻസ് നെയിം ആൻഡ് ബേസിക് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ. ഓക്കെ, നാഷണൽ രജിസ്ട്രേഷൻ ഓർ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ രജിസ്റ്റർ ആണ്. ഇതിൽ എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നെയിമും ബേസിക് ആയിട്ടുള്ള ഡെമോഗ്രാഫിക് ഇൻഫർമേഷനും, ഒരു വ്യക്തിയുടെ പേരും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെയും, ഓക്കെ, എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെയും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ത് ഫോർമാറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് എന്താണെന്ന് നോക്കി. ഇനി നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇതെന്താണ്? അതായത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിഫറെൻറ്റ്, these two are different from each other because this says about the details of usual residence. Okay, ഇന്ത്യയിലുള്ള യൂഷ്വൽ റെസിഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് കവർ ചെയ്യുന്നത്. അതായത് യൂഷ്വൽ റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമോ അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് വരുന്ന 6 മാസമോ ഒരു വ്യക്തി ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂഷ്വൽ റെസിഡൻസ് എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു, അതായത് നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും വഴി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഈ സിറ്റിസൺസിനെല്ലാം ആധാർ പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ആധാർ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് NPR സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2010 ഇത് 2015 അപ്ഡേറ്റഡ് ആവുന്നു. ഓക്കെ, 2010 സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2015 ഇത് അപ്ഡേറ്റ് ആവുന്നു. ഓക്കെ,
ആൻഡ് ഈ ഒരു അപ്ഡേഷൻ വഴി എന്താണ് സംഭവിക്കുന്നത്, അതായത് യൂഷ്വൽ റെസിഡന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ വരുന്നത് ഈ ഒരു 2015 അപ്ഡേറ്റിന് ശേഷമാണ്. ഇത് എന്താക്കുന്നത്, അതായത് 6 months എന്നുള്ളത് മാൻഡേറ്ററി ആക്കുന്നു, അതായത് നിർബന്ധമായിട്ടും 6 months നിൽക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കുന്നു. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ ഡീറ്റെയിൽസ് ഉണ്ട്, സെൻസസ് വിച്ച് ഓൾസോ കളക്ട് ഡീറ്റെയിൽസ്, റൈറ്റ്? സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഓക്കെ, സെൻസസും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അതായത് സെൻസസ് ഫോം ചെയ്യുന്നത് 1948 വൈലാസ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ വരുന്നത് സിറ്റിസൺഷിപ്പ് റൂൾസ് ആക്ട് ഓഫ് 2003 പ്രകാരമാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പർപ്പസ്, അതായത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് ക്രിയേറ്റ് ചെയ്യുക? അതായത് നാഷണൽ രജിസ്റ്റർ ഐഡൻറ്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഐ എം സോറി, ദിസ് ഷുഡ് ബി ഹിയർ. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ത് ക്രിയേറ്റ് ചെയ്യുക? നാഷണൽ രജിസ്ട്രേഷൻ ഐഡൻറ്റിറ്റി കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. വൈലാസ് സെൻസസിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അസസ്സിങ്, എന്ത് അസസ് ചെയ്യാൻ? പോളിസി പ്ലാനിങ്, അതായത് ഇനി വരുന്ന പോളിസീസ്, ഇനി വരുന്ന പ്ലാനിങ് എങ്ങനെ അസസ് ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഫോക്കസ്ഡ് അപ്പോൺ, എന്തിനൊക്കെയാണ് ഈ സെൻസസ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്? അതായത് ലിറ്ററസി, മൈഗ്രേഷൻ, അതായത് നമ്മൾ എങ്ങോട്ട് പോകുന്നു, മൈഗ്രേഷൻ, എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എന്താണ്, നമ്മുടെ ഇൻകം എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ആര് കളക്ട് ചെയ്യുന്നത്? സെൻസസ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ വഴി എന്താണ്, ഏത് ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത്? അതായത് ബർത്ത് ഡീറ്റെയിൽസ് ആണ് മേജറായിട്ട് കളക്ട് ചെയ്യുന്നത് ഓഫ് പാരൻസ് ആൻഡ് ദ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, നമ്മുടെ പാരൻസിൻ്റെ ബർത്ത് ഡീറ്റെയിൽസും അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് സെൻസസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അനോണിമസ്. ഡാറ്റ പ്രൈവസിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അനോണിമസ്, അതായത് ആർക്കും അറിയാതെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും സെൻസസിൻ്റെ ഡാറ്റാസ് ഇപ്പോഴും. പക്ഷേ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈവസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കോൺഫിഡൻഷ്യൽ. ഓക്കെ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും തന്നെ എവിടെ ഇല്ല, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ ഇല്ല, അല്ലെങ്കിൽ അവർ കോൺഫിഡൻഷ്യൽ ആയിട്ടല്ല ഡാറ്റാസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് ബേസിസിലുള്ള പണിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ എന്ത് പറഞ്ഞു? ഇതിൽ ഡാറ്റ പ്രൈവസി ഉണ്ട് ഇൻ സെൻസസ്, ബട്ട് ഡാറ്റ പ്രൈവസി ഈസ് നോട്ട് ദെയർ ഇൻ എവിടെ? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു. ആൻഡ് ഇതിലുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വി വിൽ റിസീവ് പണിഷ്മെൻറ്റ്. ഓക്കെ, പണിഷ്മെൻറ്റ്സ് റിസീവ് ചെയ്യേണ്ടത് വരും. പക്ഷേ ഇവിടെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നോ പണിഷ്മെൻറ്റ്. Okay, so while comparing to census, this is more liberal, but the data privacy is not there. This can be considered as a demerit. So these are the major differences that is existing between National Population Register and census. Okay, updated versions. And now, while moving to the next topic, Supreme Court asked Allahabad High Court Registrar General to appoint on process appointing on the listing of criminal appeals. So, criminal appeals ne kurichu list cheyan vendite Allahabad High Court Registrar General nodu parayunnu to respond about the listing of the criminal appeals എന്ന് പറയുന്നു. സോ ഹിയർ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് അറിയുന്നത്? രജിസ്ട്രാർ ജനറലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യകതകളുള്ളത്. സോ രജിസ്ട്രാർ ജനറൽ വിച്ച് കംസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിൻ്റെ കീഴിലാണ് ആര് വരുന്നത്? രജിസ്ട്രാർ ജനറൽ വരുന്നത്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് സെൻസസ്
ഫസ്റ്റ് സെൻസസ്, അതായത് മെയിനായിട്ട് ലിസ്റ്റിംഗ് ഔട്ട് ഓഫ് സെൻസസ് ആണ് മേജർ ആയിട്ടുള്ള രജിസ്ട്രാർ ജനറലിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഫസ്റ്റ് സെൻസസ് നടക്കുന്നത് 1872 ലോർഡ് മായോയുടെ കീഴിലാണ് ഫസ്റ്റ് ആയിട്ടുള്ള സെൻസസ് നടക്കുന്നത്. ലിംഗ്വിസ്റ്റിക് സർവേ, ഭാഷാപരമായിട്ടുള്ള സർവേസും ഇതിനോട് ബേസിസ് ആയിട്ട് നടക്കുന്നു. ആൻഡ് അതേപോലെ തന്നെ രജിസ്ട്രാർ ജനറൽ എന്താണ് ചെയ്യുന്നത്, അതായത് ഡെമോഗ്രാഫിക് സർവീസ്, അതായത് ലിറ്ററസി, മൊറാലിറ്റി, മോർട്ടാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിൻ്റെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ആണ് ആര് കളക്ട് ചെയ്യുന്നത്, രജിസ്ട്രാർ ജനറൽ കളക്ട് ചെയ്യുന്നതാണ് മേജർ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ രജിസ്ട്രാർ ജനറലിനെ, ഇന്ത്യയിലെ രജിസ്ട്രാർ ജനറലിനെയാണ് എന്തും കളക്ട് ചെയ്യുന്നത്, അതായത് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രാറുമായിട്ട് നമുക്ക് ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിലുള്ള ഡീറ്റെയിൽസ്, സെൻസസ് അല്ലെങ്കിൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ജനറൽ ആണ്. ഓക്കെ, എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്, അതായത് 1955 സിറ്റിസൺഷിപ്പ് ആക്റ്റും ആൻഡ് അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് റൂൾസ് ഓഫ് 2003 റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഇൻഫർമേഷൻ രജിസ്ട്രാർ ജനറലിൻ്റെ കീഴിൽ ഈ ഒരു ഇൻഫർമേഷൻ കളക്ഷൻ നടക്കുന്നത്. ഓക്കെ, ദീസ് കളക്ട് എന്താണ്, ഈ ഒരു പോപ്പുലേഷൻ രജിസ്ട്രാർ വഴി എന്താണ് കളക്ട് ചെയ്യുന്നത്, ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ആൻഡ് അതേപോലെ തന്നെ ബയോമെട്രിക് ഡാറ്റാസും കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസും ബയോമെട്രിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും അങ്ങനത്തെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യലാണ് മേജറായിട്ട് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, രജിസ്ട്രാർ ജനറലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സെൻസസ് നടക്കുന്നത് 1872 രജിസ്ട്രാർ ജനറലിൻ്റെ ഡ്യൂട്ടി should be highly focused. Okay, and 2021 16th സെൻസസ് നടന്നു. ഓക്കെ, 16th സെൻസസ് നടന്നപ്പോൾ 3 രീതിയിലാണ്, 3 ഡിവിഷനിലൂടെയാണ് ഈ ഒരു സെൻസസ് നടന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് ചെയ്തത് ഹൗസ് ലിസ്റ്റിംഗ് ആണ്. ദെൻ ആക്ച്വൽ പോപ്പുലേഷൻ എന്യൂമറേഷൻ, അതായത് കറക്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്താണോ അതിനെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ റിവിഷൻ റൗണ്ട്, അതായത് ഇത്രയും തിരഞ്ഞെടുത്ത ഡീറ്റെയിൽസ്, ഇത്രയും എടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നുള്ളത് റിവൈസ് ചെയ്യുക എന്നുള്ളതും. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു സെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 18 ലാംഗ്വേജസിൽ ഈ ഒരു സെൻസസ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, വിച്ച് ഇസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതേപോലെ തന്നെ തേർഡ് ജെൻഡറിനെയും ഇതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ മെയിനായിട്ട് എന്താണ്, രജിസ്ട്രാർ ജനറലിൻ്റെ കീഴിൽ വരുന്ന ഡ്യൂട്ടീസും ലയബിലിറ്റീസും എല്ലാം ഇതാണ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഒരു ലിസ്റ്റിംഗ് രജിസ്ട്രാർ ജനറലിൻ്റെ കീഴിൽ നടക്കുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്, അതായത് ക്രിമിനൽ അപ്പീൽസിൻ്റെ ലിസ്റ്റിങ്ങിൽ രജിസ്ട്രാർ ജനറലിനെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അലഹബാദ് ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ Registrar General is really very important from the prelims perspective, and also to know about the 2021 16th census is really very important. Okay, and now while moving into the next area, CBI arrest 6 officials, 8 others in FCRA bribery case. അതായത് എന്താണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം CBI ഏകദേശം 6 ഒഫീഷ്യൽസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ എന്താണ്, ടു നോ അബൌട്ട് CBI ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദിസ് ന്യൂസ് പെർസ്പെക്റ്റീവ്. ഓക്കെ, സോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇത് which is explained. Okay, the Central Bureau of Investigation and its formation and all these such things are explained in section 4A of Delhi Special Police Establishment Act. Okay, Delhi Special Police Establishment Act of 1946 പ്രകാരം സെക്ഷൻ 4A ലാണ് CBIനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിച്ച് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഈ ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് എന്ത് വരുന്നത്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ
വരുന്നത്. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിൻ്റെ കീഴിലാണ്? പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഓക്കെ, ആൻഡ് ദ CBI വിച്ച് ഈസ് റെക്കമെൻഡഡ് ബൈ സന്താനം കമ്മിറ്റി. ഓക്കെ, സന്താനം കമ്മിറ്റിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്യുന്നത്? ഈ ഒരു CBI എന്നുള്ളൊരു ബോഡി വേണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻ ദ ഇയർ 1962-64. സന്താനം കമ്മിറ്റിയുടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1962-64 ആണ്. ഈ ഒരു സമയത്താണ് CBI വേണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു റെക്കമെൻഡേഷൻ ഇവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് CBI ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ, CBI എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീഗൽ ബോഡി അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ, ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ബോർഡായിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും? CBIനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആൻറ്റി കറപ്ഷൻ ഇല്ലാതെയാക്കാൻ, ആൻഡ് അതേപോലെ തന്നെ ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ഇല്ലാതെയാക്കാൻ, ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്രൈംസ്, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള മെൻഷനിങ് എന്തെങ്കിലും വരുന്ന ക്രൈംസും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാനാണ് ആര് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് ആര്? CBI എക്സിസ്റ്റ് ചെയ്യുന്നത്. And a detailed description about what is Central Bureau of Investigation, its origin, etc. is explained detailed in a previous lecture. Link is in the description. If you want to know more about what is Central Bureau of Investigation, its origin and its duties, please look to that description. Okay, or please go through that. Link is in description. Okay. സോ മേജറായിട്ട് നമ്മൾ ഇന്ന് എന്തിനെയൊക്കെ കുറിച്ച് നോക്കി? ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് നോക്കി, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുകളെ കുറിച്ച് നോക്കി, അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിനെ കുറിച്ച് നോക്കി, ആൻഡ് ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ച് നോക്കി, എക്സ്ട്രാ ക്യാബിനറ്റ് കമ്മിറ്റീസിനെ കുറിച്ച് നോക്കി, ഡൗട്ട്ഫുൾ വോട്ടർ അല്ലെങ്കിൽ ഡി വോട്ടർ എന്താ എന്നുള്ളതിനെ നോക്കി, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, സെൻസസ്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, ആൻഡ് ഫൈനലി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച്, ഇത്രയും ടോപ്പിക്സിനെ കുറിച്ചിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ദിസ് വാസ് എ യൂസ്ഫുൾ സെക്ഷൻ ഫോർ യു ഓൾ. സോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നെങ്കിൽ എ പ്രീവിയസ് വീഡിയോ ഈസ് ഓൾറെഡി made upon this particular topic, so link is in description, go through it. Okay, so ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. And that's all for the day. Thank you all.